വയനാട് ദുരന്ത മേഖലയിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഇതുവരെ നീക്കിയത് 82 ടണ്ണോളം മാലിന്യങ്ങൾ. പ്രദേശത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ച മാലിന്യ സംസ്കരണത്തിൽ മികച്ച ഇടപെടൽ നടത്താൻ സാധിച്ചെന്ന് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിലെ കേരളത്തിന്റെ ഈ പുതിയ മാതൃകയിൽ 2850ഓളം പ്രവർത്തകരാണ് പങ്കാളികളായത്. ദുരന്ത മേഖലയിലെയും ക്യാമ്പുകളിലെയും മാലിന്യ പ്രശ്നത്തെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെയാണ് പരിഹരിച്ചത്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശുചിത്വ മിഷനെയും ക്ലീൻ കേരള കമ്പനിയെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മന്ത്രി എം. രാജേഷ് അഭിനന്ദിച്ചു. മാലിന്യ സംസ്കരണത്തിലെ കേരളത്തിന്റെ ഈ പുതിയ മാതൃകയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ 2850ഓളം പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ദുരന്ത മേഖലയിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഇതുവരെ നീക്കിയത് 82 ടണ്ണോളം മാലിന്യങ്ങളാണ്. കൂടാതെ 106.35 കിലോലിറ്റർ ദ്രവമാലിന്യവും നീക്കം ചെയ്തു. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ, ശുചിമുറി മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം, സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ പരിപാലനം, ഹരിത ചട്ടപാലനം എന്നിവയ്ക്കായി ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ലീൻ കേരള കമ്പനിയുടെയും 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ ക്ലീൻ ഡ്രൈവുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ദുരന്ത മേഖലയിലെ മാലിന്യം നീക്കം ചെയ്യാനായി ഫീൽഡ് വിസിറ്റ് ചെയ്ത് വിവരശേഖരണം നടത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ശുചീകരണ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.